രാജ്മോഹൻ സാർ നമസ്കാരം. നമസ്കാരം സാർ, കോൺഗ്രസിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു വസന്തകാലത്ത് കൊല്ലം ഒരു വേള കടവൂർ ശിവദാസനെ പോലെ CV പത്മരാജനെ പോലെ ഒക്കെയുള്ള ഒരു കൂട്ടം നേതാക്കൾ, എനിക്ക് ഇത്രയൊക്കെ പേരുള്ള ഓർമ്മ വരുന്നു. സാറിന് കുറച്ചുകൂടെ പഴയ ആൾക്കാരെ ഓർമ്മ വരുമായിരിക്കും. ഏതായാലും കൊല്ലത്ത് അങ്ങനെ അത്ര കണ്ട് വളരെ ശക്തി ആർജിച്ചിരുന്ന കൊല്ലത്ത് ഒരു വേള പിന്നീട് ഇടത് സഖ്യത്തിലേക്ക് RSPയും CPM ഒക്കെ കശുവണ്ടി ഫാക്ടറിയൊക്കെ ഉള്ള സ്ഥലമാണ്, തൊഴിലാളികളുടെ സ്ഥലമാണ്. അപ്പോൾ അവിടെ വീണ്ടും കടന്നു വരുന്നു. വീണ്ടും കോൺഗ്രസ് ഒരു അപ്രമാദിത്വം, ശരിക്കും പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും ഒരു വിചാരിച്ചില്ല ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാവുമെന്ന്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രമുഖ പത്രപ്രവർത്തകനുമായി സംസാരിച്ചപ്പോൾ, സാറിനറിയാം CP രാജശേഖരൻ ദീപികയുടെ പഴയ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു 2 ദിവസം മുന്നേ അദ്ദേഹം പറഞ്ഞത് എന്നോടല്ല, നമ്മുടെ തന്നെ മറ്റൊരു കറസ്പോണ്ടൻറ്റിനോട് പറഞ്ഞ ഒരു സീനിയർ പത്രപ്രവർത്തനോട് പറഞ്ഞ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ CP രാജശേഖരൻ സാർ പറഞ്ഞു, രമേശ് ചെന്നിത്തലയുടെ പ്രസംഗ സ്ഥലത്തൊക്കെ ഒരുപാട് ആൾ കൊല്ലത്ത് വന്നു, അപ്പോൾ അത് നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് എന്ന് പറഞ്ഞു. അപ്പോഴും എന്നോട് സംസാരിച്ച ഈ സീനിയർ പത്രപ്രവർത്തകൻ പറഞ്ഞത്, ഇല്ല ഈ ദിവസം എനിക്കങ്ങനെ CP രാജശേഖരൻ പറഞ്ഞപ്പോൾ അത് തോന്നിയില്ല, പക്ഷേ അത് ഫലവത്തായി. അപ്പോൾ CP രാജശേഖരൻ സാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനാണ് എന്നുണ്ടെങ്കിലും കോൺഗ്രസിനെ അടിസ്ഥാനപരമായിട്ട് അറിയാവുന്ന, കോൺഗ്രസിലെ മാറ്റങ്ങൾ സ്പന്ദനങ്ങൾ മനസ്സിലാക്കുന്നവർ ഒരു ചെറിയ കണക്കൂട്ടൽ കൊല്ലത്ത് നടത്തി. ചെറിയ കണക്കൂട്ടൽ സാറിന് എന്ത് തോന്നുന്നു? കൊല്ലത്ത് ഈ ഉണ്ടായിരിക്കുന്ന മാറ്റം തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് BJP കൊണ്ടുപോയെങ്കിലും അതിലും കോൺഗ്രസ്സിന് കുറച്ച് പറയാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. 19 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ കണക്കൂട്ടിൽ നമ്മൾ പറഞ്ഞതാണ്. സാർ, എന്താണ് സാർ കൊല്ലത്ത് CPMന് സംഭവിച്ചത്? എന്താണ് കോൺഗ്രസ്സിനുണ്ടായത്? ഇതൊന്നും പറയാം. നമുക്ക് കൊല്ലം എടുക്കാം, ഒരുപാട് അങ്ങനെ വളഞ്ഞു പോകണ്ട. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം മരത്തേക്കൊരു കൈവിടാൻ പറഞ്ഞ പോലെയാണ്. കാരണം ഏതാനും ദിവസം മുമ്പ് ഏതാനും ദിവസം മുമ്പ് കൊല്ലത്തെപ്പറ്റി ഞാൻ തന്നെ ഒരു ചർച്ച പറഞ്ഞു. സാറ് പറഞ്ഞു പോരാ എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല, ഇവരുടെ പോക്ക് അവർ സംസാരിക്കില്ല. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം അടുത്ത വർഷത്തിന് കിട്ടാൻ കുറവുണ്ട്. ഏതെങ്കിലും കാരണത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഒന്നാമത്തെ കൊല്ലം കോർപ്പറേഷൻ ആയിരിക്കുന്നുണ്ട്. അത് നമ്മുടെ തോന്നലായിരുന്നു. അവിടെയാണ് CP രാജശേഖരൻ സാർ പറഞ്ഞ കാര്യം കറക്റ്റ്. അത് പൊളിറ്റിക്കൽ കാൽക്കുലേഷനാണ്, അത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള കാൽക്കുലേഷൻ. പക്ഷേ നമുക്ക് ആർക്കും ഒരു നിരീക്ഷകനും കണ്ടെത്താൻ പറ്റാത്ത ഒരു അണ്ടർ കറൻറ്റ് ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അത് ചില ജില്ലകളിൽ ശക്തമായിട്ട് വന്നു. അതിലൊന്ന് കൊല്ലം ജില്ലയാണ്. കൊല്ലത്തെ ഇപ്പോഴത്തെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നിയോജകമണ്ഡലങ്ങളെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 7 തന്നെയായിട്ടാണ് നിൽക്കുന്നത്. പകുപ്പാതിയായിട്ട് വന്നു കൊല്ലത്തെ. നേരത്തെ 2 ഉണ്ടായിരുന്നുള്ളൂ, മഹേഷിൻ്റെ കരുനാഗപ്പള്ളിയും പക്ഷേ ഇപ്പോഴത്തെ കണക്ക് വെച്ച് വിഷ്ണുനാഥൻ്റെ കുണ്ട്ര പോലും വേണമെങ്കിൽ ഇടത്ത പക്ഷത്തിന് ജയിക്കാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഭൂരിപക്ഷം പഞ്ചായത്തുകളും എല്ലാം നോക്കിക്കഴിയുമ്പോൾ കുണ്ട്ര പോലും അങ്ങനെയാണ് നിൽക്കുന്നത്. അതേസമയം കൊട്ടാരക്കര, ബാലഗോപാലിൻ്റെ കൊട്ടാരക്കര 150 താഴെ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ UDFും LDFും. എങ്ങോട്ട് കൊട്ടാരക്കരയൊക്കെ മാറും സാർ? അല്ല, അപ്പോൾ ഇത് കൊട്ടാരക്കര മാറുമെന്നുള്ളതല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ BJP സ്ട്രോങ് ആയതോടുകൂടി ഹിന്ദു വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനൊക്കെ കുറച്ചുകൂടെ ഹിന്ദു വോട്ടുകളുടെ പോളറൈസേഷൻ ആർക്ക് അനുകൂലമായിട്ടുണ്ടാവും? BJPക്ക് അനുകൂലമായിട്ടുണ്ടാവും. കൊല്ലത്ത് പോലും ഇത് കണ്ടു. അപ്പോൾ ഹിന്ദു വോട്ടുകൾ അവിടെ കൊല്ലം ഭാഗത്തൊക്കെ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആർക്കാം? SNDP വോട്ടുകൾ നല്ല നിർണായകമായ അല്ലാതെ ഇപ്പോൾ പോയതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ എപ്പോൾ BJPക്ക് പോകും. കാരണം BJP ജയിക്കാൻ പോകുന്നുള്ള ധാരണ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ആ ധാരണയുടെ ഫലമായിട്ട് അപ്പോൾ ഹിന്ദു വോട്ടുകൾ കുറയുക എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകളിൽ മാത്രം കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കുറച്ച് നായർ, കുറച്ച് ഈഴവർ, പിന്നെ കുറച്ച് ഹരിജൻ, ആദിവാസി, ഇങ്ങനെ വിഭാഗങ്ങളും, പിന്നെ കുറച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വോട്ടുമാണ് ഇടത്ത പക്ഷത്തിൻ്റെ അടിത്തറ. ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് തന്നെ. പക്ഷേ അവിടെ തകരുമ്പോൾ എന്താ പറ്റുന്നത്? ഹിന്ദു വോട്ടുകൾ കുറയുകയും ആ വോട്ടുകൾ കുറച്ച് UDFിലേക്കും ബാക്കി ബഹുഭൂരിപക്ഷം എങ്ങോട്ടായിരിക്കും പോകുന്നത്? BJPയിലേക്ക് പോകും. അപ്പോൾ ആ കണക്ക് വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും കൊല്ലത്തിൻ്റെ സിറ്റുവേഷൻ വീണ്ടും മാറുകയാണ്. പിന്നെ എങ്ങനെ UDFന് വോട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഒരു മഹാ അത്ഭുതമാണ്, എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. അല്ല സാർ, മഹാ അത്ഭുതമാണെന്ന് പറയാൻ കഴിയില്ല. കാര്യം സോഷ്യൽ മീഡിയ അത്ര കണ്ട് ആക്റ്റീവാണ്. ജനങ്ങളുടെ അടിത്തട്ടിൽ ഭയങ്കരമായിട്ട് മാറ്റം ജനങ്ങൾ ചിന്തിച്ചു. പുറമേ കാണുന്ന ജനമല്ല. കാര്യം ഭരണത്തിനെ നിശബ്ദമായി വളരെയധികം വിലയിരുത്തിയിട്ടുണ്ട് കേരളത്തിലെ. അതിൻ്റെ ഏറ്റവും വലിയ മാതൃക തന്നെയാണ്. അത് നമുക്ക് അത്ഭുതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഒരു ചെറിയ സർപ്രൈസ്. ഇതിലൊരു ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പാറ്റേണും കോൺഗ്രസിൻ്റെ ആയിട്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പല നേതാക്കന്മാർ, അപ്പോൾ ടീം UDF എന്ന് തന്നെ സതീശൻ പോലും പറയുന്നത്, ഒരുമിച്ചെന്നാണ് പറയുന്നത്. പല നേതാക്കന്മാരും ചേർന്നാണ് ഐക്യമുണ്ട്.
പല നേതാക്കന്മാരും ചേർന്നാണ് കോൺഗ്രസിനെ വിജയം ഉണ്ടാക്കി കൊടുത്തത്. ഒരു നേതാവ് വിചാരിച്ചിട്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനും പറ്റി. ഞാൻ പറഞ്ഞ യുക്തി മനസ്സിലായോ? പിണറായി വിജയൻ മാത്രം വിചാരിച്ചേ ഉള്ളൂ ഇടതുപക്ഷം തോറ്റു. അവർക്ക് മറ്റത് കോൺഗ്രസിന് ജയിപ്പിക്കാൻ പലരും നോക്കേണ്ടി വരും. അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കൊല്ലത്തെ വോട്ടിംഗ് പാറ്റേൺ കേരളത്തിൽ മറ്റൊരു ജില്ലയിലും കാണില്ല. കാരണം കൊല്ലത്ത് ഈ കോൺഗ്രസിന് അനുകൂലമായ യാതൊരു പ്രകടമായ ഘടകങ്ങളും ഇല്ലായിരുന്നു. പ്രകടമായ ഘടകങ്ങളൊന്നുമില്ല. മറ്റിടത്തൊക്കെ കോൺഗ്രസിൻ്റെ അടിസ്ഥാന ബേസ് ഉണ്ടായിരുന്നു. കൊല്ലത്ത് അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. 45%, 50% വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചുകൊണ്ടിരുന്ന കൊല്ലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ. പാർലമെൻറ്റ് ഇലക്ഷൻ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നിയമസഭയിൽ അവർ ജയിച്ചുകൊണ്ടിരുന്നതാണ്. അല്ല, വിഷ്ണുനാഥൊക്കെ ജയിച്ചത് പോലും 19,000 വോട്ടിനാണ് ജയിച്ചത്. മഹേഷ് മാത്രമേ അവിടെ വോട്ട് പിടി ജയിച്ചുള്ളൂ. ബാക്കിയൊക്കെ വക്കത്താണ് ഈ അവിടെ. കരുനാഗപ്പള്ളിയിൽ വളരെ വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കരുനാഗപ്പള്ളി മാത്രം ഇപ്പോഴും കരുനാഗപ്പള്ളി പിടിച്ചു വന്നു. പക്ഷെ മറിച്ച് വിഷ്ണുനാഥിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി പോലും സ്വല്പം മുൻതൂക്കം ഒരു. അത് എങ്ങനെയാണ് കോൺഗ്രസിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായതിൻ്റെ കാരണം? അതൊന്ന് പറയാൻ പറ്റുമോ? അതാണ് രാഷ്ട്രീയത്തിൽ അപ്പോൾ നമ്മളെ കേരളത്തെ മാത്രം വെച്ചാൽ മാറ്റം പഠിക്കാൻ പറ്റുക. കേരളത്തിലെ ഓരോ ഭാഗത്തും ഓരോ മാറ്റമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളുടെ കോൺസെൻട്രേഷനുള്ള കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളെല്ലാവർക്കും പോയി. UDF ശക്തമായിട്ട് തിരിച്ചു വന്നു. ഈഴവ വോട്ടുകളുടെ പ്രാമുഖ്യം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഈഴവ വോട്ടുകൾ ട്രഡീഷണലായിട്ട് ഇടതുപക്ഷത്തെ ആലപ്പുഴയും കൊല്ലത്തെ ഈഴവ വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ സ്ട്രോങ് വോട്ട് ബാങ്കായിരുന്നു. തീർച്ചയായിട്ടും ആ ആലപ്പുഴയും കൊല്ലം ആ വോട്ട് ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞപ്പം, തകർന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വന്നു. ഈ വോട്ടുകൾ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുകയും BJPയിലേക്ക് പോവുകയും ചെയ്തു. കുറച്ച് BJPയിലേക്ക് പോകുമ്പോഴൊരു കുഴപ്പം, BJPക്ക് ജയിക്കാൻ മാത്രമുള്ള വോട്ട് ഇതുകൊണ്ട് കിട്ടുന്നില്ല. ഒരു അസംബ്ലി സീറ്റ് ജയിക്കാൻ മാത്രമുള്ള വോട്ട് കിട്ടുന്നില്ല. വീണ്ടും 10,000-15,000 വോട്ടിൻ്റെ കുറവാണ്. അവിടെ മുതലാക്കുന്ന ആരാ? പിന്നെ കോൺഗ്രസ് അങ്ങനെയാണ് മുതലാകുന്നത്. BJPയിലേക്ക് വോട്ട് പോയി BJPക്ക് മുഴുവനായിട്ട് പോയി കഴിഞ്ഞാൽ BJP ജയിക്കും. അപ്പോൾ സാർ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, അപ്പോൾ ഈ കൊല്ലത്ത് ശരിക്കും സാറ് പറയുന്ന കൊല്ലത്തെ SNDP സമുദായവും ഈ പറയുന്ന നായർ സമുദായവും, നായരും ഉണ്ട് കൊല്ലത്തെ, കുറേ നായേഴ്സുള്ള സ്ഥലമാണ്. അപ്പോൾ കൊല്ലം, കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ നമ്മളെടുത്താൽ കൊട്ടാരക്കരയുണ്ട് കുറച്ച് NSS വോട്ട്. അപ്പോൾ ടോട്ടലി NSS വോട്ട്, SNDP വോട്ടൊക്കെ കോൺഗ്രസിലേക്ക് പതിയെ മാറി വന്നു എന്ന് നമുക്ക് ധരിക്കാമോ? കാര്യം BJPയിലേക്ക് കുറേ വോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ കൊല്ലത്ത് അത്ര കണ്ട് BJPക്ക് വേറെ വോട്ട് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കൊല്ലത്ത് BJP പക്ഷേ എങ്ങനെ വോട്ട്, കാരണം കൊല്ലത്ത് കൊടുക്കുന്ന പറഞ്ഞാൽ ഇവരെ ന്യൂനപക്ഷ പ്രീണനം UDF, LDF, പ്രത്യേകിച്ച് UDFിലെ പ്രൊമനൻ്റായ പാർട്ടി മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കാസർഗോഡൊക്കെ 24 ജയിച്ച 23 ലീഗാണ് ജയിച്ചിരിക്കുന്നത് കാസർഗോഡിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെ ലീഗിൻ്റെ അപ്രമാദിത്യമുള്ളൊരു പാർട്ടി ഇപ്പോഴത്തെ പുതിയ ആൻറ്റി മുസ്ലിം ഫോബിയ ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് കുറേ ഹിന്ദു വോട്ടുകൾ എന്ത് വന്നാലും BJPയിലേക്ക് പോകും. പിന്നെ ഇവിടെ കിട്ടാത്തതിൻ്റെ കാരണം BJPക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ള ധാരണയുള്ളത് കൊണ്ട് മാത്രമാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം പോലും BJPക്ക് പ്രയോജനം കിട്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ ആ സിറ്റുവേഷൻ മാറിയിരിക്കുന്നു, വളരെ ഗംഭീരമായിട്ട് മാറി. അപ്പോൾ കൊല്ലത്ത് ശരിക്കും കൊല്ലവും ആലപ്പുഴ, ശരിപ്പോട്ടെ കൊല്ലം മാത്രം, കൊല്ലത്ത് ഈ ശബരിമല വിഷയം ശരിക്കും ഏശിയിട്ടുണ്ടെന്ന് തന്നെ കരുതാം. അത് കാണാം. ശബരിമല വിഷയത്തിൽ കള്ളക്കളിയാണ് കളിക്കുന്നത് എന്ന് ഭയങ്കരമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം യുവതീ പ്രവേശന പ്രശ്നം വന്നപ്പോഴും സമരം ചെയ്ത് BJPക്കാരൻ. ശരിക്കും കൊല്ലത്തൊരു UDF മേയർ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പത്രത്തിൽ ഇന്നാരെ ആക്കിയേക്കെന്നൊക്കെ പറയുമ്പോൾ ഒരു അതിശയം തോന്നുന്നുണ്ട്. അവിടെയാണ് ഇത്തവണ കോൺഗ്രസ് പ്ലസ്. അതുപോലെ മുസ്ലിം വോട്ടും ഒരു വലിയ ഘടകമായി. അല്ല, അവിടുത്തെ ന്യൂനപക്ഷം ഇടതുപക്ഷം അതൊരു വലിയ പോയിന്റാണ്. ന്യൂനപക്ഷം വോട്ടിങ് മുഴുവൻ ഇങ്ങോട്ട് വന്ന് UDFിലേക്ക് വന്നു. കൊല്ലത്ത് മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട് ഒക്കെ തന്നെ. ഇവിടുന്ന് പോകാനുള്ള ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് നായർ ഈഴവ വോട്ടുകൾ നേരത്തെ തന്നെ BJPയിലേക്ക് പോയി കഴിഞ്ഞതാണ്. പ്രത്യേകിച്ച് നായർ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നതൊക്കെ നേരത്തെ പോയി കഴിഞ്ഞു. ബാക്കി കുറേ മിച്ചം നിൽക്കുന്ന അടിസ്ഥാന കോൺഗ്രസ്സുകാരെ നിൽക്കുന്നത് അവർ മാറാൻ പോകുന്നില്ല. ആ വോട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അത് മാത്രമല്ല ന്യൂനപക്ഷ വോട്ട് കിട്ടി അവർക്ക്. ന്യൂനപക്ഷ വോട്ട് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. മുസ്ലിം അല്ലല്ല, അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടിലെ കാര്യമല്ല. അവിടെ SDPI, PDP തുടങ്ങിയ അവിടെ മുസ്ലിം വോട്ട് എന്തായാലും എൻ ബ്ലോക്ക് ആയിട്ട് അവർക്ക് കിട്ടി. അത് കംപ്ലീറ്റ് ഇത്തവണ കിട്ടി. അത് കേരളം മുഴുവൻ കിട്ടിയിട്ടുണ്ട്. അതെ, അതിലൊരു ഭാഗം കൊല്ലത്തും കിട്ടിയിട്ടുണ്ട്. പണ്ട് ഈ മുന്നണി ഉണ്ടാകുമ്പോഴും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ വളരെ ചുരുക്കേ മറുഭാഗത്ത് ജയിക്കാറുള്ളൂ, ഇങ്ങോട്ട് തെക്കോട്ട് വരുമ്പോൾ ജയിക്കാറുള്ളൂ. പക്ഷേ ഇത്തവണ പലയിടത്തും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, നമുക്ക് ഇതോടെ സംസാരിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കണക്കിന് പോവുകയാണെങ്കിൽ കൊല്ലത്തൊരു 5 സീറ്റെങ്കിലും UDFിന് കിട്ടാൻ സാധ്യതയുണ്ട്. 5 അതിൽ കൂടുതലോ കിട്ടാം. പക്ഷേ പിന്നെ സംഭവം വരുന്നത് ഈ BJPയിലേക്കുള്ള പോളറൈസേഷൻ ഒഴുക്കങ്ങ് തുടരുകയാണെങ്കിൽ
പോകുന്ന വോട്ട് UDF ആയിരിക്കില്ലേ? അല്ലല്ല, അത് UDF പോകാനുള്ള ന്യൂനപക്ഷ വോട്ട് BJP. സാർ പറയുന്ന SNDP വോട്ട് CPM കിട്ടേണ്ടതാണ് പോകുന്നത്. അതാണ് പോകുന്നത്. അത് CPM വൈകിയെങ്കിലും മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കുമെന്ന് തോന്നുന്നില്ല. അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇല്ല. ഏതായാലും മാറുന്ന കൊല്ലം, തൊഴിലാളി വർഗത്തിന്റെ ജില്ല എന്ന് പറയുന്ന കൊല്ലം, മാറുന്ന കൊല്ലം, ചുവന്നിരുന്ന കൊല്ലം ഇതാ കരുണാകരന്റെ കാലത്തെ ഒരു കോൺഗ്രസിന്റെ ഇതിലേക്ക് പോകുന്നു. കരുണാകരന്റെ ബേബി ജോണിന്റെ ഒക്കെ കാലത്തേക്ക് മടങ്ങി പോവുകയാണോ എന്നൊരു സംശയം. ബേബി ജോൺ ഇടതുപക്ഷക്കാരനാണ്. ബേബി ജോൺ ഇടതുപക്ഷക്കാരനാണ്. പിന്നെ ഇടതുപക്ഷ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൊല്ലത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൊല്ലം അറിയപ്പെട്ട ഏറ്റവും മുഖ്യമന്ത്രി സ്ഥാനം വരെ കൊടുത്ത ശങ്കർ. അതൊക്കെ ഇനി ഈഴവരുടെ മനസ്സിലേക്ക് തകട്ടി വന്നാൽ കുറെ വോട്ട് ഇങ്ങോട്ടും വരും. തീർച്ചയായിട്ടും. അടൂർ പ്രകാശൊക്കെ കൊല്ലംകാരനാണ്. അപ്പോൾ അത് തികട്ടി വരും. അടൂർ പ്രകാശിനേക്കാൾ സാധനം വിജയ പത്തനംതിട്ടയാണ്. എന്നാലും അദ്ദേഹത്തിന് കൊല്ലം ബന്ധമുണ്ട്. അതാണ് അദ്ദേഹം ആറ്റിങ്ങിൽ നിന്നൊക്കെ ജയിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പിന്നെ കൊല്ലത്തെ സംബന്ധിച്ച് കോൺഗ്രസിനൊരു ശുഭപ്രതീക്ഷയാണ്. അവരുടെ ഇതുവരെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാതിരുന്നെങ്കിൽ ഇനി അവർ പ്രവർത്തിക്കട്ടെ. കൊല്ലം കോൺഗ്രസിനൊരു ശുഭപ്രതീക്ഷയാണ് എന്ന് തന്നെ നമുക്ക് ധരിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ധരിക്കാം.